നമുക്ക് നമ്മുടെ മുടിയുടെ രഹസ്യം എന്താന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞുതരാം. മുടി ഇങ്ങനെ എൻ്റെ ഈ കാർക്കൂന്തലിൻ്റെ കാണിച്ചു കൊടുക്കപ്പ എൻ്റെ കാർക്കൂന്തൽ. കാർക്കൂന്തലാണല്ലോ. എൻ്റെ കാർക്കൂന്തലിൻ്റെ രഹസ്യം എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. എല്ലാവർക്കും തലേ താരനും തലേ താരനും പേനും എല്ലാം മാറി. എല്ലാം എൻ്റെ തലേ പേനൊന്നും ഇല്ല, അല്ല എല്ലാവർക്കും താരം ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ ചെയ്ത് മാറി കുറച്ച്. അച്ചുവിൻ്റെ തലയിലും ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ താരനും ഒക്കെ. അതെല്ലാം പിന്നെ മുടി നല്ലപോലെ വളരും. മതി. മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വേപ്പ്. ആദ്യം വേപ്പ് മതിയാവുമല്ലോ. മതി വേപ്പല മതി. പക്ഷെ വേപ്പ് നല്ലതായിരുന്നു. അത് എനിക്കറിയത്തില്ല, ഓരോ സീസൺ മാറുമ്പോൾ ഇത് ഉണങ്ങുകയും ചെയ്യും, പിന്നെയും കിളിച്ചു വരികയും ചെയ്യും. അടുത്തത് വേണ്ടുന്നത് അലോവേര. നമുക്ക് സൂക്ഷിച്ച് മുറിച്ചെടുക്കും. കണ്ടോ, ഒരു കൂറ്റൻ അലോവേര കഴുകിയെടുക്കാം. കീറി ഇതിനകത്തെ ആ മഞ്ഞ കറ കളയണം. അതിനകത്തെ ആ കറ കളയണം. കറ കണ്ട് ഇത്രയും എടുത്ത് കാണിച്ചു. എൻ്റെ സ്നേഹനിധിയായ അമ്മായിമ്മ എനിക്കെല്ലാം ചെയ്തു തരും. ശരിയാ, എന്ത് പറഞ്ഞാലും അതനുസരിച്ച് ചെയ്തു തരും. ഇങ്ങനെ പോരെ കഷ്ണം ഒരാൾക്കുള്ളതാ നമ്മളിപ്പോൾ എടുക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ മുടിക്ക് ഇച്ചിരി ഉള്ളുണ്ട്, ലെങ്ത് കൊണ്ട് ഉള്ളുണ്ട്. അപ്പം അതനുസരിച്ച് ഉള്ള എടുക്കുന്നത്. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. കുറച്ച് അരി, അപ്പോൾ ഏതരി വേണമെങ്കിലും എടുക്കാം. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ നമ്മൾ എടുത്തു വെച്ച വേപ്പില 10-15 എണ്ണം മതി. പിന്നെ നമുക്ക് അലോവേര ഒരു 20 കഷ്ണം മതി. ഒരു 10 മിനിറ്റ് ഇത് തിളയ്ക്കാൻ വേണം. അപ്പോൾ ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. 10 മിനിറ്റ് കടന്ന് തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് ആയി, ഇതേക്ക് തിളയ്ക്കുന്നുണ്ട്. തിളച്ച് കുറച്ചൊന്ന് പറ്റണം. നമ്മളിനി അരിച്ചൊഴിക്കണം. ഇതിപ്പോൾ നമ്മൾ ആറിയിട്ടാണ് അരിച്ചത്. തിളച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നമ്മൾ കുറച്ച് നേരം അതൊന്ന് ആറാൻ വേണ്ടി വെച്ചു. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഷാമ്പു നമ്മൾ യൂസ് ചെയ്യുന്നതിൽ, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പു ആണ്, കുറച്ച് ഷാമ്പു കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന്, ഇതിപ്പോൾ ഞാൻ എടുത്തു വന്നപ്പോൾ ഇത്രയായി. ഇതിപ്പോൾ 2 പേർക്ക് ഉപയോഗിക്കാം, 2-3 പേർക്ക് ഉപയോഗിക്കാം. പറഞ്ഞല്ലേ മക്കളെ, ഇത് നീ എങ്ങനെയാ പഠിച്ചേ? ഞാൻ കുറേ വീഡിയോസിലൊക്കെ നമ്മൾ ഒരുപാട് പൊടിക്കൈകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിലും കുറേ കണ്ടിട്ട് ഞാൻ സ്വന്തമായിട്ട് ആവിഷ്കരിച്ചെടുത്ത ഒരു മെത്തേഡാണ്. മുടി ഒഴിയത്തൊന്നുമില്ലല്ലോ നിന്റെ? ഇല്ല, എൻ്റെ മുടി കണ്ടിട്ട് പൊഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. മുടി പൊഴിച്ചിൽ നല്ല കുറവായത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. കൊള്ളാം, നല്ല സുഖം. നിങ്ങൾക്കും ഇതുപോലത്തെ അമ്മായിമാരുണ്ടെങ്കിൽ തലേ തേച്ച് തരാൻ പറഞ്ഞാൽ മതി. ശരിയാ. എല്ലാവരും ആരെങ്കിലും ഒക്കെ വിളിച്ചോണ്ട് പോ. എന്തിനാ? തല തേക്കാൻ ഞാൻ തേച്ച് കൊടുക്കാം. എനിക്ക് മാത്രം തേച്ച് തന്നാൽ മതി. വേണേ അച്ഛനും കൂടെ തേച്ച് കൊടുത്തോ. അച്ഛനും കൂടെ തേച്ച് കൊടുത്തോ. പിന്നെ വേറെ ആർക്കും തേച്ചോ? അപ്പായിക്ക് വേണോ തേച്ചണോ? എനിക്ക് നീ ഇപ്പം എന്തിനാ? വേണ്ട. വേറെ കാര്യമുണ്ട്. നല്ലപോലെ ഒഴിച്ചോ. മുടി നല്ലപോലെ കിളിക്കുമെങ്കിൽ ഞാൻ വീണ്ടും തേച്ചോളാം. ഇനി അപ്പായിക്ക് മുടിയൊക്കെ കിളിപ്പിച്ചിട്ട് എന്തിനാ? ആരെ കടിക്കാൻ? അവക്ക് കൂടെ കൊണ്ട് നടക്കണ്ടായി എന്നെ. ആർക്ക്? നിന്റെ അമ്മായിമ്മയ്ക്ക്. അമ്മായിമ്മയ്ക്ക് അത്രയൊക്കെ മതി. ഇത്രയും നാൾ കൊണ്ട് നടന്നു, ഇനിയിപ്പോ എന്തോ പ്രത്യേകം. അത് ശരി, അമ്മായിമ്മയ്ക്ക് അത്രയൊക്കെ മതി. അവക്ക് എന്താടി ഞാൻ ചെറുപ്പക്കാരനായിട്ടിരുന്നാൽ വേണോ അമ്മേ? എങ്ങനെയെങ്കിലും ഇരിക്കട്ടെ, കുഴപ്പമൊന്നും. ഒഴിക്കങ്ങോട്ട് നല്ലപോലെ നമ്മൾ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കണം. ഇത് താരനൊക്കെ പോവില്ലേ? മുടി എൻ്റെ ഇപ്പോൾ ഉള്ളുണ്ടായതുകൊണ്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറങ്ങാൻ ഭയങ്കര പാടാണ്. ഉള്ളിലോട്ട് നമ്മൾ അങ്ങോട്ട് പിടിപ്പിക്കണം. പിടിപ്പിച്ച് ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞാൽ മതി. ആഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ സമയം വേണം ഇതൊക്കെ ചെയ്യാൻ. പിന്നെ ഇതുപോലെയുള്ള അമ്മായിമ്മമാരും വേണം അല്ലേ? അതെ, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു രസമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ സൂഹിച്ച് മസാജ് ചെയ്ത് തരാൻ ആൾക്കാരുള്ളപ്പോൾ നല്ലതല്ലേ? അതെ, സൂഹിച്ചും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ടിപ്പുമായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ വരാം. ബൈ.